പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും സംശയം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് സാരി ബ്ലൗസിന് കസ്റ്റമർ ചോദിക്കാറുള്ള 9 സംശയങ്ങളാണ്. അത് നമ്മൾ എത്രത്തോളം പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 9 സംശയങ്ങളാണ് ഇന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. 9 എണ്ണം ഞാൻ ആദ്യം ഒന്ന് പറയാം. ആദ്യത്തെ കാര്യം, നമ്മൾ ഈ ഷോൾഡർ വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്, കൈക്കുഴി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കൈയുടെ സെൻട്രലിൽ നിന്ന് നമ്മൾ തുടങ്ങുന്ന കാര്യം എത്രത്തോളം പ്രയോജനമാകുന്നു. കൈ ബാക്ക് സൈഡും ചുളിയുന്നു എന്ന് പറയുന്ന സംശയം നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും. ബാക്ക് നെക്ക് നമ്മൾ കൂടുതൽ ഇറക്കുമ്പോൾ ഷോൾഡറിലും കൈക്കുഴിയിലും ലൂസിലും വരുത്തേണ്ട മാറ്റങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ഡാർട്ടിൻ്റെ അളവ് നമ്മുടെ സാരി ബ്ലൗസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, ഇത് ഫ്രണ്ട് ഡാർട്ടിൻ്റെ അളവ് എങ്ങനെയാണ് സാരി ബ്ലൗസിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള സംശയം പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ആറാമത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫ്രണ്ടിനേക്ക് നമ്മൾ കാലിഞ്ച് എടുത്ത് കളയുമ്പോൾ എത്രത്തോളം നമുക്കിവിടെ ഗുണം കിട്ടുന്നതും. പിന്നെ ഫ്രണ്ടിൻ്റെ അളവ്, അതായത് നമ്മൾ ഫ്രണ്ട് വെട്ടുമ്പോൾ ഈ ഫ്രണ്ട് പീസ് അളവ്, ഇങ്ങനെയുള്ള അളവുകളുണ്ട്, ഈ അളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നതെന്നും. അതുപോലെ തന്നെ ഡാട്ടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പിന്നെ ബെൽറ്റിന് നമ്മൾ വരുത്തുന്ന വ്യത്യാസങ്ങൾ, കൈക്കുഴിയുടെ അളവ്, കൈ വെട്ടുമ്പോൾ കൈക്കുഴിയുടെ അളവ് അങ്ങനെ പ്രധാനപ്പെട്ട 9 സംശയങ്ങളാണ് ഇന്നത്തെ അളവിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഷോൾഡർ. ഈ ഷോൾഡർ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഷോൾഡർ നമ്മൾ ഷേപ്പ് കൊടുക്കുമ്പോൾ ഒരിക്കലും ഷോൾഡറിന് നമ്മൾ ഈ ഒരു കുത്തനെ എന്നുള്ള ഷേപ്പ് കൊടുത്ത് വെട്ടാൻ പാടില്ല. ഷോൾഡർ നമ്മൾ വെട്ടുമ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വെട്ടുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കുത്തനെ വരാൻ പാടില്ല. ഇവിടം കൊണ്ട് നമ്മൾ ഒരു 4 ഇഞ്ച് വന്നിട്ടേ ഉള്ളൂ ഈ ഷേപ്പ് ചെയ്യുന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തോണം. നമ്മളിപ്പോൾ ചോക്ക് കൊണ്ടൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡർ നമ്മളിങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യും. ഇവിടെ വരുന്ന 1/2 ഇഞ്ച് ഷേപ്പ്, ഈ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുക്കല്. ഷോൾഡർ ഇവിടെ ആ സങ്കല്പമെങ്കിൽ ഈ ഷോൾഡറിൻ്റെ ഇവിടുന്ന് ഒരു പോയിൻ്റെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് ഷോൾഡറിൻ്റെ ചെരിവ് നിങ്ങൾ കൊടുക്കാവുള്ളൂ. ആ കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് കൈക്കുഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അളവെന്ന് പറഞ്ഞാൽ നമ്മൾ ബോഡി വണ്ണത്തിൻ്റെ 1/6 നമ്മൾ കൈക്കുഴി താക്കുന്നത്. 1/6 നമ്മൾ കൈക്കുഴി താത്ത് വെട്ടും. എത്ര ബോഡി ഷേപ്പ് ആണെങ്കിലും നമ്മൾ കൈക്കുഴി താത്ത് സ്കെച്ച് ചെയ്യുന്ന അളവെന്ന് പറഞ്ഞാൽ സൈസിന് ബോഡി വണ്ണത്തിൻ്റെ 1/6. ഈ 1/6 നമ്മൾ കൊടുക്കുമ്പോൾ എപ്പോഴും കൈക്കുഴിയുടെ ഷേപ്പ് നമ്മൾ പോകുന്നത് എത്ര ഇഞ്ച് താത്താലും 6 ഇഞ്ചാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 3 ഇഞ്ചിൽ വെച്ചേ ഉള്ളൂ ഈ ഷേപ്പ് പോകാവുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോണം. വെട്ടുമ്പം ഇത് താഴോട്ടാകുകയും മേളിലോട്ട് കയറുകയും ചെയ്താൽ നമുക്ക് ഷോൾഡറിനെ വളരെയധികം ബാധിക്കുകയും ബാഗിലെ ചുളിവിനെയും വളരെയധികം കൈക്കുഴി ബാധിക്കുന്ന ഒന്നാണ് ഈ ഒരു കണക്ക് പ്രത്യേകം നിങ്ങൾ സൂക്ഷിച്ചോണം. അങ്ങനെ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ സ്ക്വയർ മാർക്ക് 1.5 ഇഞ്ച് ഉണ്ടോ എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കണം. അതായത് ഈ അളവ് മിനിമം 1.5 നമുക്ക് വരണം. മിനിമം 1.5 വന്നില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ കൈ കയറി വന്ന് ചുളിയാനും ബാഗ് കയറി വന്ന് ചുളിയാനും സാധ്യത ഉണ്ട്. അപ്പം സ്ഥിരമായിട്ട് കസ്റ്റമർ നിങ്ങളോട് പറയുവാണ് എത്ര ബ്ലൗസ് തയ്ച്ചിട്ടും വ്യത്യാസം ഉണ്ട് എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ ആദ്യം എന്ന് കൈ ചുളിയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു അളവെന്ന് പറഞ്ഞാൽ കൈക്കുഴി നമ്മൾ ഇങ്ങനെ സ്ക്വയർ വരച്ചതിൻ്റെ ഈ ഒരു സ്ക്വയർ കണ്ടോ, ഈ ഒരു സ്ക്വയർ, അതായത് ഞാൻ സ്കെയിലിനൊന്ന് വരച്ച് കാണിക്കാം. നമ്മൾ ആ കൈക്കുഴിയുടെ സ്ക്വയർ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, ഇങ്ങനൊരു വരയ്ക്കും. അപ്പം ഈ വണ്ണം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വണ്ണത്തിൻ്റെ മാർക്കിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരളവുണ്ട്, ഈ അളവിൻ്റെ പകുതി നമ്മൾ എപ്പോഴും കണക്ക് കൂട്ടിക്കണം. ഈ അളവ് ഇപ്പോൾ എത്രയാണെന്ന് നോക്കുക. ഈ ചുളിയുന്നവർക്ക് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഈ അളവ് 4 ഇഞ്ചാണ്, 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ബാഗ് ചുളിയുന്നു എന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പ്രത്യേക കണക്കാണ് ഈ പറഞ്ഞു തരുന്നത്. 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം. ഇതിൻ്റെ എത്രയാണോ പകുതി, ആ പകുതിയിലോട്ട് വേണം, ഈ പകുതിയിൽ നിന്ന് കൊണ്ട് മുട്ടിച്ചിട്ട് വേണം ഇങ്ങോട്ട് പോകാം. അതായത് ഈ കൈക്കുഴിയുടെ പകുതിയിൽ നിന്ന് ഈ ലൂസിൻ്റെ പകുതിയിലേക്ക് ഈ ആർച്ച് കൊണ്ട് ഇങ്ങനെ മുട്ടിക്കണം. മനസ്സിലായി? അങ്ങനെ നമ്മൾ ചെയ്യാവുന്നത്. ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഷോൾഡർ ഇങ്ങനെ മാർക്ക് ചെയ്തു, ഇങ്ങനെ നമ്മൾ ഷോൾഡർ ബാക്കിനൊക്കെ മാർക്ക് ചെയ്യും. ബാഗിൻ്റെ ലൂസ് ഇതാണ് നമ്മുടെ സ്ക്വയർ. ഈ സ്ക്വയറിൽ നമ്മൾ ആദ്യം ഇതിൻ്റെ പകുതിയിൽ ഒരു മാർക്ക് കൊടുക്കുന്നു. 6.5 3/4.
എന്നിട്ട് ഈ ലൂസ്, അതായത് 1.25 നമ്മൾ ലൂസ് തള്ളുന്നിടം വരെ പോകല്ല, കറക്റ്റ് വണ്ണം ഇട്ടത് 4 ഇഞ്ച് ഇവിടെയാണ്, ഈ 2 ഇഞ്ച് ഇവിടെ കൊടുക്കും. എന്നിട്ട് ഈ 2 ഇങ്ങനെ വേണം പോകാൻ. അത് പോകുമ്പം ചുളി വെള്ളമൊക്കെ ഒരിക്കലും അകത്തോട്ട് കയറി അധികം എടുക്കരുത്, ഇങ്ങനെ പോകണം. ഇങ്ങനെ പോകുമ്പം ഒരു കാരണവശാലും ബാക്ക് പീസ് നമുക്ക് ചുളിവ് വരത്തേയില്ല, കറക്റ്റായിട്ട് നിൽക്കും. ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാക്ക് നെക്ക്. ബാക്ക് നെക്ക് നമ്മൾ എപ്പോഴും നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും നിങ്ങൾക്ക് വളരെയധികം ചിന്തിച്ച്, നിങ്ങൾ തന്നെ ചിന്തിച്ചാലും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു മറുപടി കിട്ടും. നമ്മൾ സാരി ബ്ലൗസ് ഇങ്ങനെ വെട്ടിയിട്ട് നമ്മൾ കൈക്കുഴി ഇങ്ങനെ ഒന്ന് കൈക്കുഴി എടുത്ത് മാർക്ക് ചെയ്യണം. വെട്ടുന്നതിന് മുമ്പോ വെട്ടിക്കഴിഞ്ഞോ നമുക്ക് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു മാർക്ക് കൊടുത്താണ്. ഈ മാർക്കിൽ നിന്നും എത്ര ഇഞ്ചാണ് നമ്മുടെ കൈക്കുഴിയിൽ നിന്നും താഴുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോണം. എത്ര ഇഞ്ചാണ് താഴുന്നതെന്ന് കണ്ടോ. അതിൻ്റെ 1 ഇഞ്ചിന് 4 ഇഞ്ച് വെച്ച് ഷോൾഡർ കുറച്ച് കൊടുക്കണം. അതായത് 2 ഇഞ്ച് താന്നിട്ടുണ്ടെങ്കിൽ 1/2 ഇഞ്ച് മിനിമം ഈ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴേ കുറയ്ക്കണം. അപ്പോൾ ബ്ലൗസ് ഇട്ട് നിങ്ങൾ മാർക്ക് ചെയ്യാൻ നേരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബ്ലൗസ് എങ്ങനത്തെ ബ്ലൗസാണ്, ഇത് എത്ര ഇഞ്ച് ബാഗ് താക്കുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം മനസ്സിലൊന്ന് ഉൾക്കൊണ്ടിട്ടേ ഉള്ളൂ നിങ്ങൾ പ്രത്യേകം കട്ട് ചെയ്യാൻ നിൽക്കാവുള്ളൂ. ഇത് ഒരു കാരണവശാലും ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്ന ആരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമല്ല. ഏത് സാധനം നമ്മൾ വെട്ടാനെടുത്താലും ഇതെന്താണ്, ഇത് ആരുടെ ബ്ലൗസാണ്, എത്രത്തോളമാണ് ഇതിൻ്റെ രീതി, ഇതെല്ലാം മനസ്സിലൊന്ന് ഉൾക്കൊണ്ടിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ കട്ട് ചെയ്യാൻ നിൽക്കാവുള്ളൂ. അപ്പോൾ ഷോൾഡറിൻ്റെ കണക്ക് എന്നാന്ന് വെച്ചാൽ നമ്മൾ കൈക്കുഴിയുടെ താഴേന്നും, കൈക്കുഴി നമ്മളൊരു കാര്യം ചെയ്യും, തയ്യൽ തുമ്മൂടെ കഴിഞ്ഞിട്ടുള്ള മാർക്ക് ചെയ്തിട്ട് എത്ര ഇഞ്ച് ഇവിടം വരെ ഉണ്ടെന്ന് നോക്കണം. ഇവിടം വരെ നമ്മൾ താന്നിട്ടുണ്ട് 2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച് മിനിമം ഷോൾഡർ കുറച്ച് കൊടുക്കും. ഷോൾഡർ കുറച്ച് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ബാക്ക് നെക്ക് ഇറങ്ങുന്നതനുസരിച്ച് ഷോൾഡറും വലിയാം, കൈ ലൂസും കൂടാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 ഇഞ്ച് ഷോൾഡർ എടുക്കുന്നു, 2 ഇഞ്ചിന് 1/2 ഇഞ്ച് വെച്ച് ലൂസും കുറയ്ക്കണം. ലൂസും കുറയ്ക്കുമ്പം ഫ്രണ്ടും ബാക്കും കൃത്യമായിട്ട് നിങ്ങൾക്ക് ടൈറ്റായിട്ട് നിൽക്കും. അത് പ്രത്യേകം നിങ്ങൾ നോക്കിക്കോണം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ 4 സംശയങ്ങൾക്കുള്ള മറുപടികളും നിങ്ങൾ എഴുതി വെച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് ഇത്രയും ഭാഗങ്ങൾ എഴുതി വെച്ചിട്ടേ പോകാവുള്ളൂ. പിന്നെ നമ്മുടെ കസ്റ്റമർ പറയാറുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ഡാട്ടിൻ്റെ അകലം. എല്ലാവരും ചോദിക്കുന്നുണ്ട് മനസ്സിൽ, ഈ ഫ്രണ്ട് പീസ് ഇതിന് ഡാട്ടിൻ്റെ അകലം എങ്ങനെ കണ്ടുപിടിക്കുന്ന എളുപ്പ വഴിയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ആദ്യം നെക്ക് വെട്ടിയിട്ട് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് തള്ളിയിട്ട് നിങ്ങൾ ഇതുപോലെ ഈ ടേപ്പിൽ ഈ മെഷർമെൻറ്റ് ടേപ്പ് ഈ 1/2 ഇഞ്ചിൻ്റെ അവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വെക്കും. ഇത്രയും ഭാഗം മനസ്സിലായോ? ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 1/2 ഇഞ്ച് ഇവിടെ തള്ളുന്നു, ഈ ടേപ്പ് അതിൻ്റെ അപ്പുറത്തോട്ട് വെച്ചിട്ട് ടേപ്പ് ഒരു 4 ഇഞ്ച് ഇതാക്കണം. 4 ഇഞ്ച് ഒരു പോയിൻ്റ് ഷോൾഡറിൻ്റെ തയ്യൽത്തും. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 10 ഇഞ്ച് വരും, 10.5 ഇഞ്ച് വരും, 9.5 ഇഞ്ച് വരും, ഏത് അളവാണ് ഇവിടെ വെച്ചു. അപ്പോൾ ഏതാണ്ട് നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചുള്ള ഒരു തള്ളിച്ച് ഇവിടെ കിട്ടും, ഈ ഭാഗത്ത് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ബോഡി വണ്ണത്തിൻ്റെ 10-1 1/2 ഇഞ്ച് കൂട്ടിയും 3/4 ഇഞ്ച് കൂട്ടിയും ഒക്കെയുള്ളൊരു കണക്കുകൾ പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഈസിയായ കണക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതുണ്ട്, 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു, 1/2 ഇഞ്ച് ടേപ്പ് താഴോട്ട് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് ടേപ്പിൻ്റെ ഈ സൈഡിൽ, ഒരിക്കലും ഈ സൈഡിലായി പോകില്ല, ഈ സൈഡിലായാൽ നമ്മുടെ ഡാട്ടിൻ്റെ വിത്ത് തമ്മിൽ ഒത്തിരി അടുത്ത് പോകും. ഇവിടെ മാർക്ക് ചെയ്താൽ കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഡാട്ടിൻ്റെ ഇവിടെ നിന്നുള്ള ഈ ഡാട്ട് തമ്മിലുള്ള വിത്ത് തയ്ച്ച് കഴിയുമ്പോൾ കൃത്യമായി തന്നെ കിട്ടും. ആ കാര്യം പ്രത്യേകം ഓർത്ത് വെക്കുക. കാരണം സാരി ബ്ലൗസിൽ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് മിനിമം നമുക്ക് വരുന്നതാണ്. അത് നിങ്ങൾ പ്രത്യേകം സൂക്ഷ്മതയിൽ വെക്കുക. ഇനിയുള്ള നമുക്കെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫ്രണ്ട് നെക്കിൽ നമ്മൾ 4 ഇഞ്ച് എടുത്ത് കളയും. അതായത് ഞാൻ കാണിച്ചു തരാം. ഈ ബ്ലൗസിന് നമ്മൾ 4 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് നോക്കാം, അത് ഈ ഒരു 4 ഇഞ്ച്, ഈ 4 ഇഞ്ച് നമ്മൾ എടുക്കുമ്പം ഒരു കാരണവശാലും 4 ഇഞ്ച് ഒരു പോയിൻറ്റും ആയി പോകില്ല. അങ്ങനെ ആയിപ്പോയെങ്കിൽ നമ്മൾ യു വെട്ടുമ്പം ഒരു കാരണവശാലും നെക്കിന് നമുക്ക് യു കിട്ടത്തില്ല. അത് ഹുക്ക് ഇട്ട് കഴിയുമ്പോൾ വി മോഡലിലായിപ്പോവും. ഇത് ഈ സെൻട്രൽ ഡാട്ടിൻ്റെ 1/2 ഇഞ്ച് മുകളിലോട്ടേ ഉള്ളൂ ഈ അളവ് നിൽക്കാവുള്ളൂ.
കാലിഞ്ച് എടുത്തു എന്ന് കരുതി ഇവിടെ നിന്നൊരു കാലിഞ്ച് എടുത്ത് നേരത്തെ ഇങ്ങനെ കളയരുത്. അതൊരു സ്ലോയിൽ ഇവിടെ ഈ ഡാട്ട് നിൽക്കണം. അത് സത്യത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ആ എടുത്തു കളഞ്ഞ കാലിഞ്ച് ഒരു കാരണവശാലും കാലിഞ്ച് എടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുകയേ ചെയ്യില്ല. തോന്നാത്ത വിധത്തിൽ തന്നെ വേണം ഇവിടെ ഇങ്ങനെ എടുത്തു കളയാൻ. അത് പ്രത്യേകം നിങ്ങളുടെ സൂക്ഷ്മതയിൽ നിൽക്കണം. പിന്നെ ഈ ഒരളവ്, ഈ ഡാട്ടുകൾ തമ്മിലുള്ള ഈ ഒരളവ് എല്ലാവരും ചോദിക്കാറുണ്ട്. തമ്മിലുള്ള അളവ് എപ്പോഴും 1.25 ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കണം. ഈ ഡാട്ട് നമ്മുടെ സെൻട്രൽ ഡാട്ടിൽ നിന്നും 1/2 ഇഞ്ച് മേലെയും ബാക്കി ഡാട്ടുകൾ തമ്മിൽ 1.25 ഇഞ്ച് വ്യത്യാസത്തിൽ നിൽക്കണം എപ്പം നമ്മൾ മാർക്ക് ചെയ്താലും. എങ്കിലേ ഉള്ളൂ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഉള്ളിൻ്റെ അകത്തു നിന്നുള്ള ഒരു വിത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം നിങ്ങൾ ഒന്ന് എഴുതി വെച്ചോണം. ഇല്ലെങ്കിൽ നിങ്ങൾ ബുക്കിലെടുത്ത് മാർക്ക് ചെയ്ത് നോക്കിക്കോണം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പം 40 ഇഞ്ച് 36 ഇഞ്ച് വണ്ണമുള്ള ഒരു ബ്ലൗസാണ്. ആ 4 ഇഞ്ച് ലൂസ് ഇട്ട് നമ്മൾ തയ്ക്കുമ്പോൾ അതിന് 40 ഇഞ്ച് ചുറ്റളവ് വേണം. ഇപ്പം നിങ്ങൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 1/4 ഇഞ്ച് ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ആ 40ൻ്റെ 4 ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. ഇതിപ്പോൾ 40 ഇഞ്ച് അല്ല, അതുകൊണ്ടാണ് കുറവ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ 30 ഇഞ്ചാണെന്നിരിക്കട്ടെ, 30 ഇഞ്ച് ഒരു ബ്ലൗസ്, ആ ബ്ലൗസിൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് മൊത്തം ചുറ്റളവ് 34. ആ 34ൻ്റെ 4 8.5 ഇഞ്ച് നമുക്കിവിടെ വരുന്നുണ്ടോ ഫ്രണ്ടിൽ നിന്നുള്ള പ്രത്യേകം നിങ്ങൾ അളന്ന് നോക്കണം. നമ്മൾ വെട്ടിക്കഴിഞ്ഞ് കിട്ടുന്നുണ്ടോ എന്ന് വെട്ടുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊന്ന് അളന്ന് നോക്കി വണ്ണം തിട്ടപ്പെടുത്തി പോകണം. ഒരു കാരണവശാലും ഈ പറഞ്ഞ ഭാഗങ്ങൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ചെയിനായിട്ട് 1, 2, 3 എന്നുള്ള നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന വശത്തിലുള്ള ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അതായത് കട്ട് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞ ബാക്കിനൊക്കെ ഷോൾഡറിൻ്റെ ചെരിവ്, കൈക്കിഴി അങ്ങനെ വെട്ടിയാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കേണ്ടത് അത്രയും വ്യത്യാസങ്ങൾ നോക്കി കട്ട് ചെയ്യാൻ വരുമ്പോൾ ഇതിലേക്ക് വരാവുള്ളൂ. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിൻ്റെ ഒരു ചിട്ടയായ വശത്തോടു കൂടിയാണ് പറയുന്നത്. ആദ്യം ഫ്രണ്ട് പീസ് എടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം കൺഫ്യൂഷനാകും. കാരണം ഓൺലൈനിലൊക്കെ പലരും ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു രീതി അറിയത്തേയില്ല, അവരങ്ങനെ പറയുകയില്ല. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അവർ പഠിച്ച പ്രകാരമോ ഇല്ല വേറൊരു ആശാൻ്റെ കീഴിൽ ചെന്ന് എവിടെയെങ്കിലും മനസ്സിലാക്കുകയോ ഇല്ലെങ്കിൽ യൂട്യൂബിൽ മറ്റുള്ള വീഡിയോ കണ്ടിട്ട് ഒരു വാചാലത വെച്ച് അവർ പറയുന്നുള്ളൂ. പക്ഷേ വെട്ടിപ്പോകുന്ന രീതി വെച്ചുള്ള ഒരു കണക്ക്. കാരണം ഈ വീഡിയോയുടെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളമാണ് നമ്മൾ ബാക്ക് പീസ് വെട്ടി, ഫ്രണ്ട് പീസ് വെട്ടി, ഡാട്ട് മാർക്ക് ചെയ്തു, ബെൽറ്റ് വെട്ടി, പിന്നെ കയ്യിലേക്ക് പോകും. അതേ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ബുക്കിൽ കുറിക്കുമ്പോഴും അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളും വരച്ചിട്ട് കുറിക്കാനുള്ള പ്രത്യേകം നോക്കണം കേട്ടോ. അപ്പം ഇനി ഈ ഡാട്ടിൻ്റെ അളവും പറഞ്ഞു ഇതും പറഞ്ഞു. ഇനി നമുക്കുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ബെൽറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ കയറ്റിയിട്ട് കാണിച്ചു തരാം. ഡാട്ട് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ ഒരു മാർക്ക് ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെയിട്ടാണ് ബെൽറ്റ് വെട്ടുന്നത്. ഈ മാർക്ക് കൊടുത്ത് തന്നെ നിങ്ങളോട് വെട്ടണമെന്ന് പറയേണ്ട ഉദ്ദേശം, ഈ ഡാട്ട് ഇങ്ങനെ നമ്മൾ പിടിച്ച് കഴിയുമ്പോൾ, ഞാൻ ഡാട്ട് പിടിക്കുന്നു, ഈ ഡാട്ട് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ഈ ഫ്രണ്ടിനൊരു ഷേപ്പുണ്ട്. ഈ ഷേപ്പും നമ്മുടെ ബെൽറ്റ് ഷേപ്പും തമ്മിൽ ഒരു താരതമ്യം വന്നെങ്കിലേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ട് ക്ലിയർ ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ ചുളിവ് വരാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനാണ് നമ്മൾ പറയുന്നത് 3/4 ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്ത് കളയും, 3/4 ഇഞ്ച് ഇവിടെ എടുത്ത് കളയും. ആ 3/4 ഇഞ്ച് ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഡാട്ടിൻ്റെ ഇവിടെ ഞാൻ 3/4 ഇഞ്ച് എടുക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം പറയുന്നത്. ഇല്ലേ, നമ്മൾ ഡാട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ട് 3/4 ഇഞ്ച് ഇവിടെ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഈ 2 സൈഡിലും 3/4 എടുക്കുകയും ഈ സൈഡിൽ 3/4 എടുക്കുകയും ബെൽറ്റ് പീസേയും 3/4 എടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഡാട്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡാട്ടിൻ്റെ ഷേപ്പ് ക്ലിയറായിട്ട് വരും. നിങ്ങൾ ഓൺലൈനിൽ ഏത് ക്ലാസ് വേണമെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിക്കോ, ഇങ്ങനത്തെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തേയില്ല. കാരണം അവർക്ക് അതേപ്പറ്റി പറഞ്ഞു തന്ന് നിങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് അറിയത്തില്ല. ഒരിക്കലും അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ എപ്പോഴും ഈ ചെയ്യേണ്ട രീതി പറയുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് സാധാരണ രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാതെ നമ്മുടെ ഉപജീവന മാർഗം കഴിയുന്ന ഒത്തിരി പേരുണ്ട്. അവർക്കും വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് ഓരോ വീഡിയോയും ഓരോ ഐഡിയയും നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു വര വരയ്ക്കുന്നതിന് എന്താണ് കാരണം?
ഈ ബെൽറ്റും ഈ ബാൻഡും തമ്മിൽ ഒരു താരതമ്യമായ ഷേപ്പ് കിട്ടുവാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളൊരു കാലിഞ്ച് ഇതാ ഇവിടെ എടുത്ത് കളയും. ഇത് ഞാൻ വരച്ച് കാണിക്കും, ഈ ബെൽറ്റ് വെച്ച് തന്നെ വരച്ച് കാണിക്കാം. ഈ ഒരു കാലിഞ്ച് നമ്മൾ കളയുന്ന ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ, ഈ കാലിഞ്ചിൽ നമുക്കൊരു പിടുത്തം വരുമ്പം നമ്മുടെ ഈ നെക്കിനും കൂടെ ഒരു പിടുത്തം കിട്ടും. നെക്ക് യൂനെക്ക് വെട്ടി ബി ആയി പോകുന്നുള്ള കംപ്ലയിൻറ്റ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ഒരിക്കലും നമ്മൾ ഈ ഒരു കാലിഞ്ച് എടുത്ത് കളയുന്നു. ഈ കാലിഞ്ച് എടുക്കുന്നത് ഞാൻ ഫ്രണ്ടിൻ്റെ കാര്യം പോലെ തന്നെ പറഞ്ഞു, ഇവിടം കൊണ്ട് തീരണം, ഇങ്ങോട്ട് ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകണം. ഇങ്ങനെ തന്നെ കാലിഞ്ച് നമ്മൾ എടുത്ത് കളയുമ്പോൾ ഈ ഫ്രണ്ട് നന്നായിട്ട് വലിഞ്ഞേക്കും. പിന്നെ നമ്മൾ പറയാറുള്ളത്, നമ്മളെപ്പോഴും ഫ്രണ്ട് നമ്മൾ 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടും. ഫ്രണ്ട് 3/4 ഇഞ്ച് കുഴിച്ച് വെട്ടുമ്പോൾ ഒരു കാരണവശാലും 1.25 ഇഞ്ചിൽ നിന്ന് പോവുകയും ചെയ്യണം. നമ്മുടെ സൈഡിൽ നമ്മൾ 1.25 തുമ്പിടുന്നുണ്ട്, ഈ തുമ്പ് കൊണ്ട് ഇത് നിൽക്കുകയും ചെയ്യണം. എന്നിട്ട് കറക്റ്റ് കത്രിക എടുക്കുക. ഞാൻ ഇപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ എൻ്റെ മറ്റൊരു വീഡിയോ കൂടെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ടേബിളിൽ കത്രിക വെച്ചിട്ട് കത്രിക മേലോട്ട് പൊക്കാതെ ഒരു കാരണം കത്രിക ഇങ്ങനെ എടുത്തിട്ട് പിന്നെയും വെട്ടുകയേ ചെയ്യരുത് കേട്ടോ. എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഈ ഫ്രണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വെട്ടി ഇവിടെ കൊണ്ട് തീരണം. കത്രികയെ എടുത്ത് നമ്മൾ വെട്ടിയാൽ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ആ ഷേപ്പ് കിട്ടില്ല. ഒരു 3-4 വെട്ടി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫ്രണ്ട് നമ്മളിങ്ങനെ കൈ കുഴിച്ച് വെട്ടുന്നു. കൈ കുഴിച്ച് വെട്ടുമ്പോൾ കൈ ഇങ്ങനെ ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല രീതിയിൽ കൈയുടെ സെൻറ്റർ പോർഷൻ എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഈ മാർക്കിൽ നിന്നും 1.25 ഇഞ്ച് കൊടുക്കുന്നു, ഈ സെൻട്രൽ നിന്ന് 2 ഇഞ്ച് കൊടുക്കുന്നു. ഇത് തമ്മിൽ എത്ര വരുന്നോ അതിൻ്റെ സെൻട്രലിലാണ് 3/4 ഇഞ്ച് നമുക്ക് വേണ്ടത്. 4.5 2.25 ഇടുന്നു, ഈ 2.25 3/4 ഇഞ്ച് നമുക്കിങ്ങനെ പോകുന്നത്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങൾക്ക് കൈ വെട്ടുന്ന കാര്യം അപ്പോഴും ഓക്കെ ആവും. പിന്നെ കൈ വെട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കൈ വെട്ടുന്നതും ഫ്രണ്ട് പീസ് നമ്മൾ എടുത്ത് വെട്ടുന്നതും ഒരിക്കലും തമ്മിൽ ജോയിൻ്റ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോകാൻ പാടില്ല. അത് കൈ ചുളിയുന്നതിനും കൈയുടെ സെൻറ്റർ മാറുന്നതിനും പ്രധാന കാരണമായി തീരും. അതുകൊണ്ട് നമ്മളിപ്പോൾ കൈ വെട്ടുന്നു, കൈ വെട്ടിക്കഴിഞ്ഞ് കൈയുടെ ഫ്രണ്ട് ഇതാണല്ലോ, ഫ്രണ്ട് വശം ഇതാണ് കൈയുടെ ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഈ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഈ കുഴിച്ച് വെട്ടുന്ന സെൻറ്ററും നമ്മുടെ ഈ സെൻറ്ററും തമ്മിൽ ഒരു താരതമ്യം പറഞ്ഞു. ഒരിക്കലും അത് വലിഞ്ഞു പോകാൻ പാടില്ല. അങ്ങനെ വലിഞ്ഞു പോയാൽ നിങ്ങളിതുണ്ടോ, സെൻറ്റർ നമ്മളിങ്ങനെ കൊടുത്തു ഇങ്ങനെ ചെയ്യും പെട്ടുമ്പോൾ നമ്മൾ കൈയുടെ കുഴിച്ച് വെട്ടിയ സെൻറ്ററും ഈ ഫ്രണ്ട് പീസ് കുഴിച്ച് വെട്ടിയ സെൻറ്ററും തമ്മിൽ ഒരുപോലെ ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിൽ നിന്നും ഗുണകരമായ പ്രയോജനം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞ പ്രകാരം ബുക്കിൽ വരച്ച് വെച്ചിട്ട് ആ ബുക്കിൽ നിന്ന് നോക്കി കംപ്ലൈൻറ്റ് വരുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് വെട്ടിപ്പോവുക. എപ്പോഴും എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കുന്നു. ഒരു ഗുരുമുഖത്തു നിന്നും എത്രത്തോളം നിങ്ങൾക്ക് പറഞ്ഞു തരാമോ അത്രത്തോളം മനസ്സിലാക്കിയിട്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് കാണുകയും ഇത്രയും 9 അറിവ് പറഞ്ഞു തന്നെങ്കിൽ അതിൽ ഒരെണ്ണമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് മനസ്സിലായാൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വീഡിയോയിൽ കമൻറ്റ് ഇടണം, മറുപടി തരണം. നിങ്ങളുടെ കമൻറ്റാണ് അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് പ്രചോദനം. എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്